അനുമോൾ കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് വീട്ടിലെ ആണുങ്ങളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവിടെയുള്ളത്. ജിസലിൻ്റെ പുറകെ ഇങ്ങനെ വാലാട്ടികളായിട്ട് നടക്കുകയാണ് എല്ലാ പുരുഷ പ്രജകളും. അത് ജിസേലിൻ്റെ കഴിവാണ് കേട്ടോ. ജിസേൽ എല്ലാവർക്കും കോഫി കൊടുത്തും ഹ്യൂമാനിറ്റി കൊടുത്തും ഒക്കെ വാലി കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അന്ന് അനുമോള് ആ വീഡിയോ ലാലേട്ടൻ കാണിച്ചപ്പോൾ എന്തായിരുന്നു എല്ലാവരുടെയും പ്രതികരണം? എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും അന്ന് അനുമോളെ ആ വീഡിയോ കാണിച്ചപ്പം അനുമോൾ പറഞ്ഞത് വലിയ തെറ്റായിട്ട് പുറത്തെല്ലാവരും എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ മൈൻഡ് ആക്കാത്തത്. ആർക്കെങ്കിലും ഒരാൾക്ക് പോലും മനസ്സിലായിട്ടില്ല അത് ആ രീതിയിലല്ല, അത് അങ്ങനെ നടന്നാൽ അങ്ങനെ തന്നെ ജനങ്ങൾ വിളിക്കുമെന്ന് അവർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എടുത്തു പറയണ്ട, അനീഷ് അഭിലാഷ് ഒക്കെ കുറച്ചുകൂടെ ഭേദമാണ്. ഈവൻ നമ്മുടെ ഷാനവാസ് പോലും ജിസേലിനോട് മാത്രം ഉറപ്പിച്ച് സ്ട്രോങ് ആയിട്ട് ഒരു കാര്യം പറയാൻ പറ്റുന്നില്ല. ഇപ്പം ആര്യൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട. ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ആര്യൻ ഭയങ്കര വലിയ ഫെയിലറാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ആര്യനൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് ജിസേലിന് ഇത്ര പ്രത്യേകത എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ജിസേൽ ചെയ്യുന്ന എല്ലാം കറക്റ്റ്. പിന്നെ ജിസേലിന് ഭയങ്കര ഹ്യൂമാനിറ്റിയാണ്, ഹമ്പിളാണ്, ജിസേൽ ആനയാണ്, കുതിരയാണ്. എന്താണ് അവിടെയുള്ള ബാക്കിയുള്ള ജിസേൽ എന്നുള്ള അവിടെയുള്ള പുരുഷപ്രജകൾക്കൊക്കെ ജിസേൽ ഉള്ളതുകൊണ്ട് അവിടെയുള്ള ബാക്കിയുള്ള സ്ത്രീജനങ്ങളെല്ലാം വെറും രണ്ടാം കിടയായിട്ടാണ് അവർ കാണുന്നതെന്ന് തോന്നുന്നു. ജിസേലിന് എന്തോ പ്രിവിലേജ് ഉള്ള പോലെയാണ് അവരുടെ എല്ലാവരുടെയും പെരുമാറ്റം. ഇന്ന് രാവിലെ ഇപ്പം കിച്ചണിൽ നടന്ന അടി, അതായത് കാപ്പിപ്പൊടി മോഷ്ടിച്ച് വെച്ച് അതിനെ എത്ര ആണുങ്ങൾ ശക്തമായിട്ട് എതിർത്തു. അപ്പാനി പോലും കിച്ചൺ ക്യാപ്റ്റൻ ആയിട്ട് പോലും ആ പറയുന്നതിനൊക്കെ എന്തൊരു മാർദ്ദവമാണ്. എല്ലാം കേട്ട് നിന്നിട്ട് അവസാനം ഷാനവാസ് വന്ന് പറയുന്നുണ്ട്. ഷാനവാസ് പറയുന്നതും എത്ര മൃദുവായിട്ടാണ് ചോദിക്കുന്നത്. ഷാനവാസ് ഇങ്ങനെയാണോ എല്ലാവരോടും പെരുമാറുന്നത്? ഈവൻ അനീഷിനോടും ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും ഇങ്ങനെയല്ലല്ലോ പെരുമാറാറ്. അത് കഴിഞ്ഞതിന് ശേഷം ജിസേലിനാണെങ്കിൽ അത് ഭയങ്കര, ജിസേൽ പഠിച്ച കള്ളിയാണ്. അതായത് ഇത്രയും പേരിങ്ങനെ കാര്യങ്ങൾ എല്ലാ ആണുങ്ങളെയും കോഫി കൊടുത്തും പന്നാരവാക്ക് പറഞ്ഞും ഹ്യൂമാനിറ്റി കൊടുത്തും എന്താ പറയുക നയനസുഖം കൊടുക്കും, അങ്ങനെ ഞാൻ പറയുന്നില്ല. എന്താണെങ്കിലും മയക്കി ഇട്ടിരിക്കുക തന്നെയാണ്. വളരെ മോശമായിട്ടാണ്. ആര്യൻ്റെ കാര്യം എടുത്തു പറയണം. ആര്യൻ വിചാരിക്കുന്ന ആര്യൻ വളരെ വലിയൊരു നല്ലൊരു കോംബോ ആണ് അവരുടെ, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണേന്നാണ്. അവ ശരിക്കും ജിസേലിൻ്റെ വാലാട്ടിപ്പട്ടി എന്ന് പറയേണ്ടി വരും ആര്യനെ കുറിച്ച്. ഇന്ന് രാവിലെ കിച്ചണിൽ നടന്ന വഴക്കിൽ അനുമോൾ പറഞ്ഞത് ശരിയാണെന്ന് വ്യക്തമായിട്ട് തെളിയിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ആണുങ്ങളെക്കുറിച്ച് അനുമോൾ പറഞ്ഞത് കറക്റ്റായിരുന്നു എന്ന് തെളിയിച്ചിരിക്കുകയാണ്. പിന്നെ അനുമോൾ ചപ്പാത്തി എടുക്കുന്ന ആരും കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്നിട്ട് അനുമോളെ ചപ്പാത്തി കളിന്ന് വിളിക്കാം. പക്ഷെ ജിസേലിന് ആണ് കോഫി മോഷ്ടിച്ച് അത് കള്ളി, അതിനൊക്കെ അതൊക്കെ തമാശ. അതിനൊക്കെ നെവിൻ ഒക്കെ എന്ത് കൂട്ടാണ് നിൽക്കുന്നത്. ആര്യനെ പോലെ തന്നെ ഉണ്ട് നെവിനും ഉണ്ട് കേട്ടോ. നെവിനൊക്കെ എന്ന് പറഞ്ഞാൽ ജിസേൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. ജിസേൽ ചെയ്യുന്ന എല്ലാം ഓക്കെ. ജിസേലിന് റൂൾ ബ്രേക്കിംഗ് ആവാം, ജിസേലിന് മോഷണമാവാം, ജിസേലിന് എന്തും ആവാം. ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലും ചെയ്താൽ കാണണം ഇവരുടെയൊക്കെ തനി നിറം. പിന്നെ അതിനുശേഷം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റായി. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് അവിടെ മരുന്ന് കഴിക്കുന്നവരുണ്ടാവാം, കൃത്യസമയത്ത് കഴിക്കണം. പക്ഷേ ആ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായി കഴിയുമ്പോഴും അവരിപ്പോൾ അനുമോളോട് സംസാരിക്കുക. അന്നേരം എല്ലാവരുടെയും നാവ് ഇപ്പം ഷാനവാസമൊക്കെ വന്ന് അനുമോളോട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ആര്യനൊക്കെ എത്ര രീതിയിലാണ് അനുമോളോട് ആ സമയത്ത് സംസാരിക്കുന്നത്. പക്ഷേ ആ ഒരു ഉത്സാഹവും ആ ഒരു ഇതും ക്യാപ്റ്റൻസിൻ്റെ പവറൊന്നും ജിസേൽ ആ തെറ്റ് ചെയ്തപ്പം കണ്ടില്ല. വളരെ മോശമാണ് ഇവർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച വന്ന് ജിസേലിനെ ഒന്ന് തലോടി വിട്ടതിൻ്റെ പരിണത ഫലമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ആഴ്ച ഇനി എന്താണാവോ ലാലേട്ടൻ വന്ന് പറയാൻ പോകുന്നത്. ഇന്നലെ ആര്യനൊക്കെ ആണെങ്കിലും വളരെ റോങ് വേയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല ഗെയിമേഴ്സ് എന്നാണ് അവരുടെ എല്ലാവരുടെയും വിചാരം. ജിസേൽ എന്താ പറയുക, ജിസേലിന് പ്രത്യേകിച്ചൊരു പ്രത്യേകതയുള്ളതായിട്ട് എനിക്ക് തോന്നില്ല. പക്ഷേ പുള്ളി നല്ല ഗെയിമറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കരുത്തരായ ശക്തരായ ആണുങ്ങളെ എല്ലാവരെയും പാവാട തുമ്പിൽ പിടിച്ച് കെട്ടിയിട്ടിട്ടില്ലേ. അത് നല്ല ഗെയിം തന്നെയാണ്, ബിഗ് ഗെയിമാണ്. അവരുടെ തല ചവിട്ടിയാണ് പുള്ളിക്കാരി മുകളിലേക്ക് പോകാൻ പോകുന്നത്.
ശരിക്കും. പക്ഷേ പ്രേക്ഷകർക്ക് ഇത് നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്. പ്രേക്ഷകർ നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ആൾ സ്ട്രോങ് ഒക്കെയാണ്. കാരണം ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചപ്പം അനുമോളും സ്ട്രോങ് ആണ്. സംസാരിക്കുകയൊക്കെ ചെയ്താലും പിന്നെ പോയി നിന്ന് കരയും. പക്ഷേ ഇന്ന് കോഫി കള്ളി അല്ലെങ്കിൽ കാപ്പിപ്പൊടി കള്ളി എന്നൊക്കെ വിളിച്ചിട്ട് പുള്ളിക്ക് എന്തെങ്കിലും കൂസലുണ്ടോ? ഒരു കൂസലും ഇല്ല. ജിസലിന് ഗെയിമാണെല്ലാം. ഈ ആണുങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഹനുമോൾ പറഞ്ഞ പോലെ മൊണ്ണകൾ എന്ന് തന്നെ പറയണം. അത് അക്ഷരാർത്ഥത്തിൽ സത്യമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും എനിക്കിതൊക്കെ കണ്ടിട്ട് വളരെ ബോറായിട്ടാണ് തോന്നുന്നത്. ആരിൻ്റെയും ഒക്കെ കാര്യം പറയാതിരിക്കുകയായിരിക്കും നല്ലത്. പിന്നെയും ഭേദം അനീഷ് അഭിലാഷൊക്കെ പിന്നെയും ഭേദം അവരൊക്കെയേ ഉള്ളൂ. ഇപ്പം ലേഡീസിന് ഒരുവിധം എല്ലാവർക്കും. പിന്നെ റെന ഫാത്തിമ എന്താ ജിസേലിൻ്റെ ആണ്. ജിസേലിൻ്റെ കാല് തടവി കൊടുക്കുന്നു, എന്തൊക്കെയാണ്. ആ കുട്ടിക്കൊന്നും, അതായത് ആ കുട്ടിയൊക്കെ വിചാരിക്കണേ ജിസേലിന് എന്തോ പുറത്ത് ഭയങ്കര സപ്പോർട്ടാണ്, ജിസേലാണ് ഈ ഹൗസിലെ സ്റ്റാർ എന്ന് വിചാരിച്ചാണോ ജിസേലിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളി, എത്ര സ്റ്റാർ ആണെങ്കിലും ഇൻഡിവിജ്വലായിട്ട് നിന്നാലേ എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ബോധ്യം വേണ്ടേ? എന്തായാലും ഈ രീതിയിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ജിസേൽ ശരിക്കും പഠിച്ച കള്ളിയാണ് കേട്ടോ. ആ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും നുണ പറയുന്നതും കള്ളം പറയുന്നതും. പക്ഷെ ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലെന്ന് നടിക്കുകയാണ്. കാരണം അവരൊക്കെ ജിസേലിൻ്റെ എന്നാ പറയുക കോഫീൻ്റെ പങ്കാളികളാണ്. അവരെ സോപ്പിട്ട് പല കാര്യങ്ങളും നേടിയെടുക്കുന്നുണ്ടാവും. എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.